നാട്ടിലെ 4 കെട്ടിയിട്ടല്ല ഇന്തോനേഷ്യയിൽ വന്ന് വീണ്ടും കല്യാണം കഴിച്ചത്. ഞങ്ങളുടെ കല്യാണം മുടക്കാൻ നോക്കി 2 പേരുടെ കൂടെയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന കാര്യം ചിലപ്പോൾ ഇതൊരു വിവാദ പരാമർശം. ഞങ്ങൾ നാട്ടിലത്തെ ഫംഗ്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ നാട്ടിൽ വന്ന് നാട്ടിലൊരു നമ്മളെ ഇന്ത്യൻ വെഡ്ഡിങ് അല്ലെങ്കിൽ കേരള വെഡ്ഡിങ് സലാമത് പഗി. കുറെ പേര് ചോദിച്ച ചോദ്യമാണ്, ഫാറൂഖിന്റെ വീട്ടുകാർ അല്ലെങ്കിൽ കുടുംബക്കാര് എല്ലാവരും ഒന്ന് വരാൻ എന്താ കല്യാണത്തിന് പങ്കെടുക്കാൻ എന്താണ് ജോയിൻ ഇൻ ദ വെഡിങ്, എന്തുകൊണ്ടാണ് അവര് നമ്മുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ? അതിനായിട്ടുള്ള മറുപടി ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ കല്യാണത്തിന് 2 കൂട്ടർ എതിര് നിന്ന് അവരെ നമ്മൾ ഇന്ന് എക്സ്പോസ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ. ഞാൻ അടിച്ച് പറഞ്ഞിട്ട് 6 കളിച്ച് കളഞ്ഞ്. എൻ്റെ കുടുംബക്കാരെല്ലാവരും ഒന്നും കല്യാണത്തിന് യോജിക്കാഞ്ഞത് ഇതിന് ഞാൻ ഇന്തോനേഷ്യയിൽ നിന്ന് കല്യാണം കഴിച്ചുകൊണ്ടാണോ അതോ ഇനി വേറെ എന്തെങ്കിലും കുടുംബ പ്രശ്നമാണോ, അങ്ങനെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ഞാൻ ഇതുവരെ ഇത്തായും ആരെയും പരിചയപ്പെടുത്തിയിട്ടില്ല എൻ്റെ വീഡിയോസിൽ. എനിക്കൊരു ഇത്ത ഉണ്ട്, ഞാൻ ഒറ്റ മോൻ അല്ല. അപ്പോൾ നമുക്കിവിടെ കൂട്ടായിട്ട് ഒരാളും കൂടി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഹലോ, നീ ഒറ്റ മോനാണോ? കല്യാണം കഴിഞ്ഞാണോ? അല്ലേ? ആ അല്ലാന്ന്, കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന്. ഇതൊരു ഫുട്ബോൾ ഗ്രൗണ്ടാണ്, നല്ല മുട്ടക്കാട്ടം ഓഡിയൻസിന് ഇരിക്കാനുള്ള സ്ഥലത്ത് ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം സംസാരിക്കുന്നത്. ഈ സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത കൊണ്ടുണ്ട്. ആ കാണുന്നത് റഫ പഠിച്ച അംഗനവാടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ അംഗനവാടിയല്ല, ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഓഫീസാണ്. റഫേൻ്റെ സമയത്ത് അതൊരു അംഗനവാടിയായിരുന്നു. അളിയൻ പ്രൊഫഷണൽ പ്ലെയറാണ് കേട്ടോ. ഇന്ത്യക്കാരെ ഇന്തോനേഷ്യക്കാരെ കല്യാണം കഴിക്കുന്നത് 2 പേര് ഭയങ്കര രീതിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ 2 പേരെയാണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ കേട്ടോ. സിയാപ്പ ബിലങ് സിയാപ്പ ആരാ 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 ആരാ. ഞങ്ങൾക്കെതിരെ നിന്ന ആ ഒരാൾ ഇതല്ല കേട്ടോ. റഫേൻ്റെ ഇത്തായും അളിയനുമാണ് കേട്ടോ ആ വില്ലനും വില്ലത്തിയും. ഓ കാര്യം പുള്ളിക്കാരൻ നല്ല പൊസിഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അവർക്കൊക്കെ സുഖമായിട്ട് അവരുടെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ റഫയ്ക്ക് ആലോചിക്കാൻ പറ്റും. അങ്ങനെ ആലോചനകളൊക്കെ വരുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാനും റഫയും തമ്മിൽ ഞങ്ങളുടെ കാര്യം ആലോചിച്ചത്, വീട്ടിൽ അവതരിപ്പിച്ചതും സംസാരിച്ചതൊക്കെ. അപ്പോൾ അങ്ങനെ അവരെതിര് നിന്നു. പിന്നെ അവസാനം അവർക്ക് മനസ്സിലായി, എൻ്റെ അടുത്ത് സംസാരിച്ചു, ഞാൻ അവർ ഇത്തായി കണ്ടു, റഫേൻ്റെ ഇത്തായി കണ്ടു, അവർക്കായി കണ്ടു ഒക്കെ സംസാരിച്ചിട്ടൊക്കെയാണ് കൺവിൻസ് ചെയ്തതൊന്നുമല്ല, സംസാരിച്ചപ്പോൾ തന്നെ ദേ ആർ ഓക്കെ റൈറ്റ്. വൺസ് ഐ സ്റ്റാർട്ട് ടോക്കിംഗ് ടു ദം ദെൻ വി എക്സ്പ്ലെയിൻഡ് ആൻഡ് ഫാമിലി. നമ്മൾ മലയാളികൾ അങ്ങനെ ചില്ലറക്കാരല്ല എന്ന് പുള്ളിക്കാരൻ അറിയായിരുന്നു കേട്ടോ. കാര്യം ആളുടെ കമ്പനി ഇടയ്ക്കിടയ്ക്ക് ആളിനെ അബുദാബിയിലും കാനഡയിലും അവിടെ ഇവിടെയൊക്കെ വിടും ജോലിയുടെ ആവശ്യമായിട്ട്. പല സ്ഥലത്തും മലയാളികളുമായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മലയാളികൾ അടിപൊളിയാണെന്ന് പുള്ളിക്കാരനെ അറിയായിരുന്നു. സോ നമുക്കങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വന്നില്ല. നമ്മളിപ്പോൾ നടക്കുന്ന സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു ഫുട്ബോൾ ഗ്രൗണ്ടാണ് കേട്ടോ. ഞാനൊരു സ്പോർട്സ് മാനൊന്നുമല്ല. ഇത് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ സ്ഥലത്ത് വന്നത്. ഞങ്ങൾ 2 പേരുടെയും കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷമായി. ഇറ്റ്സ് ബീൻ അബൌട്ട് ടു ബി 1 year റൈറ്റ് അവർ മാരേജ്. നമ്മുടെ ചെറുക്കൻ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നു, ബാക്കി എല്ലാവരും അവിടെ ഉണ്ട്. കല്യാണ പെണ്ണേ. ഹലോ, ഹായ്. അലിയൻ നോട്ട് ഏലിയൻ. Saya terima nikahannya dan kawinnya Rafa Kurnia binti Syukur Mujiono dengan mas kawin yang tersebut. Assalamualaikum. Hi Farouk. Wish you a happy married life. Barakallahu lakum wa baraka alaykum wa jama'a bainakum fi khair. ഇപ്പോൾ 2-3 മാസം കഴിഞ്ഞാൽ 1 വർഷമാവും കല്യാണം കഴിഞ്ഞിട്ട്. എന്തുകൊണ്ടാണ് ആര്യം വരാഞ്ഞതെന്ന്, അത് ആരുമായിട്ട് അടിയും വഴക്കൊന്നുള്ളതുകൊണ്ടല്ല. ഇത്ത വരാഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണത്തിൻ്റെ സമയത്ത് നമ്മൾ എല്ലാവരുടെ അടുത്ത് കല്യാണം പറഞ്ഞിട്ടാണ്. കല്യാണമാണ് മോൻ കല്യാണം കഴിക്കുന്നത് ഇന്തോനേഷ്യനാണ്, അവൻ തന്നെ ചൂസ് ചെയ്ത പെൺകുട്ടിയാണെന്നൊക്കെ വാപ്പി ഉമ്മയും പോയി പറഞ്ഞു കേട്ടോ. അഫ്കോഴ്സ് അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അപ്പോൾ എന്തായിരിക്കും വരിക, എന്തിനാണ് അവിടം വരെ പോകുന്നത്, അവൻ നല്ല ചെക്കനല്ലേ, അവന് നല്ല ജോലിയില്ലേ, അവന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി കുറേ പെൺകുട്ടികളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, ചെക്കൻ എന്ത് പണി ഒപ്പിച്ചത്, ഇങ്ങനെയൊക്കെ ഉള്ള ഡയലോഗായിരുന്നു നമുക്ക് നാട്ടിൽ നിന്ന് വന്നത്. അത് സ്വാഭാവികം ഇല്ലേ, യാദൃശ്ചികമല്ല, അത് എക്സ്പെക്റ്റഡ് തന്നെയാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് അറിയാം. പക്ഷേ വാപ്പിയെടുത്ത് നോർമലി ആരും അങ്ങോട്ട് വലുതായിട്ട് അഭിപ്രായം പറയാൻ ചെല്ലത്തില്ല. കാര്യം എല്ലാവർക്കും വാപ്പിയെ ചെറിയ രീതിയിലൊരു എന്താ പറയുക, വാപ്പി കുറച്ച് ടെററാണ്.
ടെററാണെന്നാണ് കേട്ടോ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ മാടപ്രാവിൻ്റെ മനസ്സാണ് വാപ്പിക്ക്, വയസ്സല്ല. കണ്ടോ കൊച്ചു പിള്ളേരെ കളിക്കുന്ന പോലെ ഇരുന്ന് ഗെയിം കളിക്കുന്ന കണ്ടോ വീട്ടിൽ. അതുപോലെ തന്നെ റഫ വീട്ടിൽ വന്ന സമയത്ത് കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസം ഉണ്ടായിരുന്നല്ലോ, അന്ന സമയത്ത് ഏതോ ഒരു മൂപ്പരെ വിളിച്ച് തെങ്ങിൽ കയറ്റി കരി കടത്തി ആ സ്നേഹം കൊണ്ട് മരുമോൾക്ക് കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ ഇത്രയും ലോല ഹൃദയൻ ആരുണ്ടാവും. സോ നോ വൺ വിൽ പ്ലേ വിത്ത് വാപ്പി. സോ അതുകൊണ്ട് ആരും വാപ്പി എടുത്തൊന്നും വലിയ രീതിയിൽ പറഞ്ഞില്ല. എന്നാലും അങ്ങനെയൊക്കെ. അപ്പോൾ പിന്നെ കല്യാണ ഡേറ്റും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി ആരൊക്കെയാണ് ഇന്തോനേഷ്യയിൽ കല്യാണത്തിന് പോകുന്നത് എന്നായി ചർച്ച. അപ്പോൾ നമ്മൾ വേണ്ടപ്പെട്ടവരടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു, പലരും തണുത്ത രീതിയിൽ നിന്നു. പിന്നെ കല്യാണം ആവുന്ന സമയമൊക്കെ ആയപ്പോഴേക്കും പലരും ഓക്കെ പറഞ്ഞു. പക്ഷേ കല്യാണം ആയ സമയം ആകുമ്പോഴേക്കും നമുക്ക് എല്ലാവരെയും കൊണ്ടുവരാൻ പറ്റില്ല. കാര്യം പക്ഷേ 1 മാസം 2 മാസം മുന്നേയൊക്കെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു 30,000 35,000 രൂപയ്ക്കൊക്കെ റൗണ്ട് ട്രിപ്പ് കിട്ടും. പക്ഷേ കല്യാണത്തോട് അടുപ്പിച്ചൊരു 2-3 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ടിക്കറ്റിൻ്റെ പൈസയൊക്കെ നല്ല കൂടും. അപ്പോൾ അത്രയും ടിക്കറ്റിൻ്റെ പൈസ കൊടുത്തുകൊണ്ട് നമ്മൾ എങ്ങനെ അവരെ കൊണ്ടുവരും? ഒരാളെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഒരു 40,000 50,000 രൂപയാവും. അപ്പോൾ ഒരു 5 പേരാകുമ്പോഴത്തേക്ക് 2.5 ലക്ഷം രൂപയാവും. അത് മാത്രം പോരല്ലോ, പിന്നെ ഇവിടുത്തെ അക്കോമഡേഷൻ ഫുഡും പിന്നെ അവരെ ടേക്ക് കെയർ ചെയ്യണമല്ലോ. പിന്നെ വാപ്പി ഉമ്മി ഞാൻ റഫ ആ സമയം ദുബൈയിലാണ്, വാപ്പി ഉമ്മിയും ആ സമയം ദുബൈയിലല്ല, വാപ്പി ഉമ്മി ആ സമയം നാട്ടിലാണ്. നാട്ടിൽ നിന്ന് വാപ്പി ഉമ്മിയും ഞാൻ റഫയും ദുബൈയിൽ നിന്ന്. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരുപാട് എക്സ്പെൻസ് ആവില്ല. നാട്ടിലൊരു ചെറിയ കല്യാണം നടത്തുന്ന പൈസ നമുക്ക് ടിക്കറ്റിന് മാത്രമാവും. ഞാൻ അങ്ങനെ പൈസ കുറേ ആയെന്ന് പറഞ്ഞല്ല, ഇതാണ് കാരണം. കല്യാണത്തിന് ഇത്തായെ ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞു. കല്യാണത്തിൻ്റെ തലേ ദിവസത്തേക്ക് 2 ദിവസം മുന്നോ അല്ലെങ്കിൽ 2 ദിവസം പിറ്റേന്നോ അവരുടെ പാല് ഫിക്സ് ചെയ്തിരുന്ന. വീടെന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തരുടെ ഒരു ഡ്രീമാണല്ലോ. കല്യാണം പോലെ തന്നെ ഒരു ഡ്രീമാണ് വീടും. അപ്പോൾ അതുകൊണ്ട് പിന്നെ കല്യാണം കൂടാൻ പറ്റില്ല. അപ്പോൾ പിന്നുള്ള മെയിൻ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം കൂട്ടിയിട്ട് നാട്ടിൽ പരിപാടി വെക്കാം എന്നുള്ള പ്ലാനായിരുന്നു. ഞങ്ങൾക്ക് നാട്ടിൽ വന്ന് ഇവിടുത്തെ കല്യാണം കഴിഞ്ഞ് ഞാനും വാപ്പിയും ഉമ്മയും എല്ലാവരും കൂടെ നാട്ടിൽ വന്നിട്ട് നാട്ടിൽ നിന്ന് ഒരു പരിപാടി നടത്തണം എന്നുള്ള പ്ലാനായിരുന്നു. ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാഞ്ഞതും അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരും കുടുംബക്കാർക്കും എല്ലാം വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ വി വിൽ മേക്ക് ഇറ്റ് ഇൻ കേരള. We had a plan like we will set up a function, reception or something in Kerala so that we can invite everyone. But the things നടന്നില്ല. ഇവിടുത്തെ പ്രോസസ്സ് കുറച്ച് ഡിലേ ആയി. ഇവിടുത്തെ പ്രോസസ്സല്ല ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ എന്നുള്ള പ്രോസസ്സ്. ഇവിടെ നമ്മൾ ഇന്ത്യ എന്നുള്ള ഡോക്യുമെൻറ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ അവർ ആ ഡോക്യുമെൻറ്റ് നാട്ടിലേക്ക് അയക്കും. നാട്ടിലേക്ക് അയച്ചിട്ട് അവിടെ അവർ വെരിഫൈ ചെയ്തിട്ട് നാട്ടിൽ നിന്ന് റിപ്ലൈ വരണം, ഇത് ഉള്ളതാണ്, അല്ലെ ഫാറൂഖ് നാട്ടിൽ 4 കെട്ടിയിട്ടല്ല ഇന്തോനേഷ്യയിൽ വന്ന് പിന്നെ ഇങ്ങനെ കല്യാണം കഴിച്ചത് എന്നുള്ള ഉറപ്പ് അവർക്ക് വേണം. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സാധനം ഇവിടെ നിന്നുള്ള ഡോക്യുമെൻറ്റ് നാട്ടിലേക്ക് അയക്കുന്നത്. പക്ഷെ നാട്ടിലേക്ക് അയച്ചിട്ട് അവിടെ നിന്ന് റെസ്പോൺസ് വരുന്നില്ല. സംടൈംസ് റഫ ചിലപ്പോൾ ടെൻഷനായിട്ട് പറയും, ഫാറൂഖ് നീ എന്തിനാ അങ്ങനെ സമാധാനപ്പെട്ടിരിക്കുന്നത്, അതെങ്ങനെ എന്താ. അപ്പോൾ ഞാൻ നമ്മൾ പല കാര്യങ്ങളിൽ ലൈഫിൽ ടെൻഷൻ അടിക്കേണ്ട സമയമുണ്ട്. പക്ഷേ ചില സമയം ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല, കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കത്തുള്ളൂ. പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും അവസാന നിമിഷം കൊണ്ട് റെഡി ആയിട്ടുണ്ട്. ഇതുവരെ അവസാന നിമിഷവും റെഡിയാവാത്ത കാര്യങ്ങളൊന്നുമില്ല. ഇവൻ എന്തൊക്കെ ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മൾ കല്യാണക്കാരി ആയിക്കോട്ടെ, ജോലിക്കാരി ആയിക്കോട്ടെ, എന്തും. When we prepare our marriage, it's like we arrange the puzzle. Yeah, exactly. We don't know the clue, we don't know anything, but after some time we can manage things one by one. Exactly. But I'm not having someone. Sometimes I will push Farouk like how things going, the date is already closed, something like that. അതെ, ടെൻഷൻ എപ്പോഴും ഉണ്ട്. കാര്യം നമ്മുടെ കല്യാണത്തിന് അറേഞ്ച്മെന്റ്സ് എല്ലാം ഒരു പസിൽ പോലെയായിരുന്നു നമ്മുടെ കല്യാണം. ലിഗൊക്കെ കളിക്കുന്ന പോലെ ഓരോ കട്ട ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ആയിരുന്നു നമ്മുടെ ഓരോ കാര്യങ്ങളും കണ്ടുപിടിച്ചത്. എനിക്കിത് വലിയ രീതിയിൽ അറിയത്തില്ല. നമ്മുടെ കല്യാണത്തിൻ്റെ ഡോക്യുമെൻറ്റേഷൻ എല്ലാം ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. നമ്മൾ ട്രൈ ചെയ്തു. തവക്കലത്തും അല്ലല്ല, നമുക്ക് നമ്മളെ ഭാഗം നമ്മൾ ട്രൈ ചെയ്യാം, ബാക്കി നടക്കുന്നത് വെച്ചാൽ നോക്കട്ടെ എന്നുള്ള പ്ലാനിലായിരുന്നു നമ്മുടെ കല്യാണവും അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും. ഡോക്യുമെൻറ്റേഷൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് വിചാരിച്ച സമയത്ത് നാട്ടിലെത്താം. കല്യാണത്തിന് ശേഷം നമ്മളുള്ള പരിപാടി നടത്തണമെന്ന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാം അറേഞ്ച് ചെയ്യാനായിട്ടുള്ള മീൻസ് നമ്മൾ കാറ്ററിംഗ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവിടെ ഡിലേ ആയത്. അപ്പോൾ പിന്നെ അപ്പോഴേ നമ്മൾ കാറ്ററിംഗ് വിളിച്ചിട്ട് പറഞ്ഞു, നിർത്തിക്കോ, പരിപാടിയൊന്നും അവിടെ ചെയ്യേണ്ട, ഒരു ഒരുക്കങ്ങളും വേണ്ട, കാര്യം നമ്മൾ ഇവിടുന്ന് വരാൻ ലേറ്റ് ആവും. 10-ാം തീയതി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ നാട്ടിലെത്തുന്നത് 25-ാം തീയതി. അങ്ങനെ നമ്മൾ ഇനി ബാക്കി സംസാരിക്കുന്ന പള്ളീൻ്റെ ഇതിലാണ് കേട്ടോ. Place where Mama and I met. റഫേൻ്റെ ഉപ്പായും ഉമ്മായും കണ്ടുമുട്ടിയ സ്ഥലത്താണ് നമ്മളുള്ളത് കേട്ടോ. ഈ ഒരു ഏരിയയിൽ, ഈ ഒരു കോംപ്ലക്സിൻ്റെ ഉള്ളിലാണ് റഫേൻ്റെ ഉപ്പ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നതും ഇഷ്ടപ്പെടുന്നതും വീട്ടിൽ പോയി പെണ്ണ് ചോദിക്കുന്നതും കല്യാണം നടത്തി കൊടുക്കുന്നതൊക്കെ. നമ്മുടെ മമ്മ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. മമ്മ വാസ് വെരി പ്രെറ്റി. ഇങ്ങനൊരു സ്ഥലം ഇല്ലായിരുന്നുണ്ടെങ്കിൽ റഫ ചിലപ്പോൾ ഉണ്ടാവുമായിരുന്നില്ല, ഞാൻ ചിലപ്പോൾ ഇവിടെ വരുന്നുണ്ടാവില്ല. എവറിത്തിങ് ഈസ് റിട്ടൺ ഇൻ ദ ഖദർ, അല്ലേ? സത്യമല്ലേ?
ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ പീസ്ഫുൾ ആയിട്ടുള്ള ലൊക്കേഷനാണ്. ഇല്ല ബട്ട് ദർ ഇസ് നോ പൈസ. Ayah will give me voucher For like food 10,000 or 11,000, and the price of the nasi rendang beef price it's like 15, so I just add 4,000 and I will get. അയാ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് റഫേൻ്റെ ഉപ്പ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് റഫേൻ്റെ ഉപ്പാക്ക് വൗച്ചർ കിട്ടുമെന്ന്, ഫുഡ് വൗച്ചറും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് റഫ ഇവിടെ പഠിക്കുകയാണ് ആ സമയത്ത് ചെറുതിൽ. അപ്പോൾ റഫയ്ക്ക് ആ വൗച്ചർ എടുത്ത് ഒരു ഉപ്പ കൊടുക്കുമ്പോൾ റഫ ആ വൗച്ചറുമായിട്ട് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു മുന്നേ, ഇപ്പോൾ അത് പൂട്ടി. നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന സ്ഥലം അവിടെ പോയി അത് വാങ്ങിക്കുമായിരുന്നു റഫ. ഗുഡ് മെമ്മറീസ്. മരുമോന് വൗച്ചറൊന്നുമില്ല. നോ വൗച്ചർ ഫോർ മെനന്തു. Finish. മരുമോൻ്റെ സമയമായപ്പോഴത്തേക്ക് വൗച്ചറൊക്കെ ഖലാസ്. Even the restaurant is demolished. അവിടെ റെസ്റ്റോറൻറ്റും ഇല്ല വൗച്ചറും ഇല്ല കേട്ടോ. റഫ ഡ്രൈവ് ചെയ്യാന്നാണ് പറയുന്നത്. പ്രോ ഡ്രൈവറാണ് റഫ. വെറ്റർ ഗോ ലഗി തീതാ. ഞാൻ റഫേനെ കളിയാക്കുന്നതല്ല, റഫേൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് കളിയാക്കുന്നത് റഫയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ റഫയെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരൊന്ന് പറയുന്നത്. ഞാനല്ലാതെ റഫേ നിങ്ങൾ ചിലപ്പോൾ പറയും റഫേനെ കളിയാക്കരുത്, ഞങ്ങളെല്ലാവരും കൂടെ നിന്നെ ഒന്ന് ഇടിക്കും. ഇപ്പോൾ ആണെങ്കിൽ കമൻസിൽ പറയുന്നുണ്ട് വയനാട് ഫാൻസ് റഫ, മലപ്പുറം ഫാൻസ് റഫ എന്നൊക്കെ. അപ്പോൾ ഈ ഫാൻസുകാരൊക്കെ എനിക്ക് എതിരാവും. റഫ പറയാണ് റഫ വണ്ടി ഓടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നോ ഫാൻസ് അറ്റ് ഓൾ എന്ന്, പിന്നെ ഫാൻസ് ഒന്നും ഉണ്ടാവില്ല എന്ന്. എനിക്കറിയാം നിങ്ങളൊക്കെ തമാശക്ക് പറയുന്നതാണ് ഫാൻസ് എന്നൊക്കെ, എന്നാലും കേൾക്കാനൊരു രസമുണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ. ഇപ്പോൾ പക്ഷേ ഈ സമയത്തല്ല സ്വിമ്മിംഗ് പൂളിൽ പോകണമെങ്കിൽ രാവിലെ പോകണം. പിന്നെ ഇതെല്ലാം ഇവിടെയുള്ള ആൾക്കാരുടെ റെസിഡൻസ് ആണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ ഇവിടെയുള്ള സൂപ്പർവൈസേഴ്സ്, മാനേജേഴ്സ്, ഡിങ്കോൾഫി, അൽബാനി, ജിങ്ങോൾഫി ഒക്കെ അവരുടെയൊക്കെ താമസ സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന മെയ്ഡുകളാണ് ഇവിടുത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് പുറത്ത് കളയാനായിട്ട് പോകുന്നത് കേട്ടോ. വീട് കൊള്ളാം, ഇറ്റ്സ് ലുക്സ് വെരി പ്രട്ടി. ഊട്ടിയിലും കൊടൈക്കനാലിലൊക്കെ ഉള്ള വീട് പോലെ ഉണ്ട്. പണ്ടത്തെ സിനിമയിൽ നസീർ കാക്ക താമസിക്കുന്ന വീട് പോലത്തെ വീടുകളാണ് കേട്ടോ. നമ്മുടെ റഫേൻ്റെ ഉപ്പാടെ ബോക്സിംഗ് പ്ലേസ് ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് റഫേൻ്റെ ഉപ്പ ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ ബോക്സിങ്ങിൻ്റെ സ്ഥലം തന്നെയാണ്, പക്ഷേ നമുക്ക് അവിടെ പോകാൻ പറ്റില്ല. വീടുകളെല്ലാം നല്ല ക്യൂട്ടാണ് കേട്ടോ. നമ്മൾ ഇവിടുന്ന് പുറത്ത് നോക്കുമ്പോൾ ഇതെല്ലാം ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. ഒരു ഇംഗ്ലീഷ് ബ്ലംഗ്ലാവ് പോലെ ഉണ്ട് കേട്ടോ ഇതെല്ലാം. ഇറ്റ് ലുക്സ് ലൈക്ക് വൺ ബ്രിട്ടീഷ് ബ്ലംഗ്ലാവ്. ഇതാണ് പുഴയിലോട്ട് പോകുന്നത്, ബട്ട് ഇറ്റ്സ് ക്ലോസ്ഡ്. ലെറ്റ് മീ സൂം. അവിടെ ഗേറ്റ് ഇട്ട് പൂട്ടിയേക്കാണ് കേട്ടോ. പണ്ട് അത് തുറന്നിരിക്കുകയായിരുന്നു. അതുവഴി പോയി കഴിഞ്ഞാൽ നേരെ പുഴ കാണാൻ പോകുമായിരുന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബെറ്റർ ഹിറ്റ് ദ ബ്രിഡ്ജ്. പുഴയിലോട്ട് വണ്ടി ഇറക്കിയിട്ട് വീടെടുക്കാൻ പറ്റത്തില്ല, പകരം നമ്മൾ മാനിനെ കാണാൻ പോകണം. ഇവിടെ തന്നെ മാനും മയിലും ഒട്ടകമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ മാനിനെ കാണാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ നമ്മളിപ്പോൾ. ഇവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ. കുളത്തിന് ഇന്തോനേഷ്യയിൽ കുളം തന്നെ പറയുന്ന ഫുള്ള് താമര വിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ കുളത്തിൽ. നല്ല അടിപൊളി താമര. പക്ഷെ താമര അല്ല, ഇറ്റ്സ് നോട്ട് ലോട്ടസ് ഐ തിങ്ക്. തെരാത്തൈ എന്നാണ് അവർ പറയുന്നത്. ആ കുളത്തിന്റെ പേര് തന്നെ കുളം തെരാത്തൈ എന്നാ, എന്ന് വെച്ചാൽ താമരക്കുളം. താമരക്കുളം പക്ഷേ താമരക്കുളം. യാ ദിസ് ഈസ് ഇത് താമരക്കുളം. ഇത് താമരക്കുളം. അവിടെ ഇവിടെ റഫേൻ്റെ ഉപ്പ ജോലി ചെയ്ത ഓഫീസ് ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ. ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ. ഇവിടെ അടുത്ത സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ഇവിടെ ATM കാര്യങ്ങളൊക്കെ ഉണ്ട്. മെഷീൻ വെച്ചിട്ട് നല്ല ചെത്തി നല്ല സൂപ്പർ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗവൺമെൻറ് ഈ ഫുട്ബോളിനൊക്കെ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നതും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഞങ്ങളുണ്ട് ഇവിടെ. ഇത് കാണാനല്ല വന്നത്. ഇതിൻ്റെ അപ്പുറത്ത് നമുക്ക് ഡിയർ ഉണ്ട്. ഡിയർ മാൻ. ഇതാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽ കേട്ടോ. ഇതും ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വരുന്ന കുട്ടികൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവരവിടെ മാനിനെ വളർത്തുന്നത്. ആ മാനിൻ്റെ സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ ഈ മാനിനെ എങ്ങനെ വിളിക്കുന്നത്? നമ്മളെ പുച്ഛിച്ച് തള്ളി കേട്ടോ. മാൻ ഇറങ്ങി വന്നില്ല നമ്മളെ കണ്ടിട്ട്. നമ്മളൊന്നും കൊണ്ടുപോയില്ല മാനിനെ. വെറും കൈയോടെ പോയി കഴിഞ്ഞാൽ മാൻ എങ്ങനെ നമ്മളെ മൈൻഡ് ചെയ്യുക? വിത്തൗട്ട് ടാപ്പിംഗ്. Ini siapa tante? Itu isi kacang hijau. Yang ini siapa? Kelapa. Iya. Terus satu lagi ini siapa? I think bilang kan? Tahu Anita Sari? Tahu nggak? Tahu. Oh ini deh. Astagfirullah. Top. Tak naju lah kataku.
ini cak mantu Yoyo itu India. Malah pinter. Apa kabar? Alhamdulillah. Alhamdulillah sehat. Alhamdulillah. Di market kan. Jadi lama balik di sini sampai Rob. Si siapa Reva ini loh nama kok perasaan tuh cak tahu tapi siapa? Mereka betul-betul Pak. മമ്മക്ക് അവിടെ പോയാലും കൂട്ടുകാരുണ്ടാവുമല്ലോ. അപ്പോൾ റഫ പറയാണ് മമ്മയുടെ കൂട്ടുകാരിയാണ് ഇത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ എന്തിനാ പിന്നെ വെയിറ്റ് ചെയ്യുന്നത്, ഞാൻ തന്നെ പോയി ചോദിച്ചു അനിത സരീനെ അറിയാമോന്ന്. അപ്പോഴത്തേക്ക് അപ്പോഴാണ് റഫേനെ മനസ്സിലായി. റഫ മാസ്ക് ഒക്കെ ഇട്ടുകൊണ്ട് ആൾക്ക് മനസ്സിലായില്ല കേട്ടോ. എന്തായാലും പക്ഷെ നമുക്ക് അടുത്ത ആള് ഓ അങ്ങനെ റഫേൻ്റെ കൂട്ടുകാരിയും കണ്ടു കേട്ടോ. ഇനി ആരെയൊക്കെ കാണണോ അള്ളാഹ്ക്കറിയാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സൈനിങ് ഓഫ്, ബൈ ബൈ. ഇതാരാ ഹിറ്റ് ദ ക്യാമറ. സൈനിങ് ഓഫ് ഇഷ്.